വെൽക്കം ടു ഇറഗുലർ മെയിൻ പോഡ്കാസ്റ്റ്. ഇത് ധർമ്മരാജ സീരീസിലെ 8ാമത്തെ എപ്പിസോഡ്. കഥ പറയുന്നത് സന്തോഷ്. ഹരിപഞ്ചാനന യോഗീശ്വരൻ വൃദ്ധയെ കണ്ട് പല്ലക്കിൽ നിന്നിറങ്ങി മന്ത്രക്കൂടത്ത് നടന്നപ്പോൾ സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ പെട്ടെന്ന് അവിടെ നിന്നും മറയുന്നതായി കണ്ടിരുന്നു. അത് കേശവൻ കുഞ്ഞായിരുന്നു. യോഗിയുടെ ആഗമനത്തിന് മുൻപ് തന്നെ കേശവൻ കുഞ്ഞ് മന്ത്രക്കൂടത്തെത്തിയിരുന്നു. പ്രണയബദ്ധരായ മീനാക്ഷിയും കേശവൻ കുഞ്ഞും പരസ്പരം കാണുകയും ആശയാഭിലാഷങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. കേശവൻ സ്വന്തം അന്തർഗതം മീനാക്ഷിയുടെ മുൻപിൽ അവതരിപ്പിച്ചു. അവളെ വിവാഹം കഴിക്കണമെന്ന അഭിലാഷം അയാൾ അറിയിച്ചു. അവളുടെ വിരലിൽ ഇട്ടുകൊടുക്കാൻ ഒരു മോതിരം പണിത് കിട്ടാൻ അണ്ണാവയ്യനോട് പറയുകയും ചെയ്തതാണ്. എന്നാൽ അതിനിടയ്ക്കാണ് അനന്തമുദ്രമോതിരത്തെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണവും മറ്റുമുണ്ടായത്. പേടിച്ച് അണ്ണാവയ്യൻ സ്ഥലം വിട്ടതുകൊണ്ട് ഏർപ്പാടാക്കിയ മോതിരം അയാൾക്ക് കേശവന് കൊടുക്കാനായില്ല. നന്ദിയത്തേക്ക് പോരാൻ കേശവൻ കുഞ്ഞ് മീനാക്ഷിയോട് പറഞ്ഞു. പ്രണയപരവശനായ കേശവൻ കുഞ്ഞ് മീനാക്ഷിയിൽ നിന്ന് അനുകൂലമായ നിലപാട് പ്രതീക്ഷിച്ചുവെങ്കിലും വളരെ കരുതി മാത്രമേ അവൾ സംസാരിച്ചിരുന്നുള്ളൂ. കേശവന്റെ പ്രണയദാർഢ്യത്തെപ്പറ്റി സംശയമുണ്ടായിട്ടല്ല അങ്ങനെ പെരുമാറിയത്. കഴിവേറ്റപ്പെട്ട കുടുംബത്തിലെ ഒരാളാണ് അവൾ. അവളുമായുള്ള ബന്ധത്തിന് കാലം അനുകൂലമല്ല. വൃദ്ധയും അതിനോട് യോജിച്ചു. ഹരിപഞ്ചാനന സ്വാമികൾ മന്ത്രക്കൂടത്തെത്തുകയും വൃദ്ധയെ കാണുകയും ചെയ്തപ്പോഴുണ്ടായ സംഭവങ്ങൾ കേശവന് ചില സംശയങ്ങളുണ്ടാക്കി. യഥാർത്ഥത്തിൽ ആരാണ് വൃദ്ധയും കൊച്ചുമകളും? അവർ വെളിവാക്കാൻ കൂട്ടാക്കുന്നില്ല. സംശയം തോന്നിയ കേശവൻ കുഞ്ഞ് അതറിയുന്നതിന് താല്പര്യം കാണിച്ചു. ഒടുവിൽ സത്യാവസ്ഥ വെളിവാക്കേണ്ടി വന്നു. ചന്ദ്രകാരൻ അറിഞ്ഞാൽ കുഴപ്പമാകുമെന്ന് വൃദ്ധ താക്കീത് ചെയ്തു. കാരണം സത്യാവസ്ഥ പുറത്തു പറയാൻ പാടില്ലെന്ന് അയാൾ വിലക്കിയിരിക്കുകയാണ്. മീനാക്ഷിയുമായുള്ള ബന്ധത്തിന് തൻ്റെ അച്ഛൻ സമ്മതിക്കുമെന്ന് കേശവൻ കുഞ്ഞിന് ഉറപ്പായിരുന്നു. ചന്ദ്രകാരനമ്മാവൻ്റെ ഒത്താശയൊന്നും അതിനാവശ്യമില്ലെന്ന് പറഞ്ഞു കേശവൻ കുഞ്ഞ്. ചന്ദ്രകാരനോട് ചോദിച്ചിട്ട് തങ്ങൾ ആരെന്നും മറ്റുമുള്ള വസ്തുതകൾ അറിയിക്കാം എന്ന വൃദ്ധയുടെ നിലപാടിനോട് യോജിക്കാൻ കേശവൻ കുഞ്ഞ് കൂട്ടാക്കിയില്ല. അനന്തമുദ്ര മോതിരം വിൽക്കാൻ ഏൽപ്പിച്ചത് കേശവൻ കുഞ്ഞിനെയാണ്. അതാവട്ടെ ഇന്ന് വലിയ ബഹളത്തിന് വഴിവെച്ചിരിക്കുന്നു. വൃദ്ധയ്ക്കും മീനാക്ഷിക്കും വേണ്ടി ഇതൊക്കെ ചെയ്യാമെങ്കിൽ ആരെന്നുള്ള സത്യം പറയാൻ എന്തിനു മടിക്കുന്നു വൃദ്ധ? കേശവൻ കുഞ്ഞിൻ്റെ സംശയം അതാണ്. മന്ത്രക്കൂടത്തുകാർക്ക് മറ്റുള്ളവരുടെ ഔദാര്യമൊന്നും വേണ്ട കഴിയാനെന്ന് വൃദ്ധ പറഞ്ഞപ്പോൾ കേശവൻ കുഞ്ഞിന് കാര്യം മനസ്സിലായി. മോതിരം വാങ്ങിയ അണ്ണാവയ്യൻ ഇതിനോടകം വധിക്കപ്പെട്ടിരിക്കുന്നു എന്ന വിവരം കേശവൻ കുഞ്ഞ് അറിഞ്ഞിട്ടില്ല. ചിലമ്പിനത്തെ ബഹളമെല്ലാം പെട്ടെന്ന് അവസാനിച്ചു. നിശബ്ദത എങ്ങും കളിയാടി. കാരണം എന്തെന്നറിയാതെ എല്ലാവരും ആകാംക്ഷാഭരിതരായി നിൽക്കുമ്പോൾ രാജഭടന്മാരും ഉദ്യോഗസ്ഥരും മന്ത്രക്കൂടത്തെത്തി കേശവൻ കുഞ്ഞിനെ രാജകൽപ്പന പ്രകാരം കരുതലിലെടുത്ത് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി. ജനം കാരണം എന്തെന്നറിയാതെ അമ്പരന്ന് നിന്നു. ഇത്രയും വലിയ കോൺസ്പിറസിയൊക്കെ തുടങ്ങിയ ചന്ദ്രക്കാരനും യോഗീശ്വരനും ഉമ്മിണിപ്പിള്ളയൊക്കെ അവിടെ ചുമ്മാ നിൽക്കുമ്പോൾ സൈഡിൽ വെറുതെ ലൈനടിച്ച് നിന്ന് കേശവൻ കുഞ്ഞിനെ പോലീസുകാർ പൊക്കിക്കൊണ്ടുപോയി. ഇതെന്താ സംഭവിക്കുന്നതെന്ന് ജനങ്ങൾക്കും മനസ്സിലായില്ല, നമുക്കും മനസ്സിലാവില്ല. അതെന്താണെന്ന് അടുത്ത വരുന്ന എപ്പിസോഡുകളിൽ കേൾക്കുന്നവരെ. സോ സ്റ്റേ ട്യൂൺഡ്. അതുവരെ ബൈ.